ഞാൻ ബ്ലോക്ക് ചെയ്ത് പുള്ളിനെ. എങ്ങനെയുണ്ടായിരുന്നു ശങ്കറായിട്ട്? ഭയങ്കര മോശം അനുഭവമായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെ അങ്ങോട്ട് പോയത്. പക്ഷേ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എവിടെയും പറഞ്ഞില്ല കേട്ടോ. ഞാൻ ഒരു കൊല്ലം കൊണ്ട് തീരുന്നുണ്ട് ആ പടം. ഓൾമോസ്റ്റ് ഞാൻ 3 കൊല്ലം അവിടെ പോയി ഷൂട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചു വരുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരും ചോദിക്കും നിങ്ങളുടെ ആരെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടോ. ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ബസ് എടുക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഫുൾ ബ്ലഡ്. പുള്ളി ഇങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ വെറും എൻ്റെ ഒരു ആദ്യത്തെ പടം. അപ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റാണോ പുള്ളിക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ ഹെലൻ എന്ന് പറഞ്ഞ പടം നാഷണൽ അവാർഡ് കിട്ടിയതാണ്. അതിൻ്റെ കഥ കേൾക്കുമ്പോൾ ചെറിയ പടമാണ്. ആ ഹെലൻ ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വലിയൊരു പടം ഞാൻ വിട്ടിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു, പടം കണ്ടു, ഇറങ്ങി കുറച്ചേരം സംസാരിച്ചൊക്കെ ഒന്നും സംസാരിക്കാണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം പറയും. അത് കഴിഞ്ഞ് അവൻ കരച്ചിലായി. അങ്കമാലിയിൽ ലിജോ ചേട്ടൻ പറഞ്ഞ റെഫറൻസും പടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ എഡിറ്റ് ചെയ്യാൻ നീ ദുബായി കൊണ്ടുപോകുന്നു. ഞാൻ വെറുതെ പറഞ്ഞ ഒരു ദിവസം ഇതേപോലെ തന്നെ അവർ ടിക്കറ്റ് ഇട്ടെന്ന് ഞാനും അനുരാജും പോയി ദുബായിൽ പോയി. ടിപ്പു നേരെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലൊരു ഫ്ലാറ്റ് എടുത്തതെന്ന് അവിടെ ഇരുന്ന് ഞങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടാണ് ഞങ്ങൾ പടം എഡിറ്റ് ചെയ്തത്. ഹായ് ഹലോ നമസ്കാരം. കൗമുദി മൂവീസ് എന്ന എന്നോട് പറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് മലയാളത്തിലെ കൊമേഴ്ഷ്യൽ പടങ്ങളുടെ എഡിറ്റിംഗ് കിങ് ഷമീർ മുഹമ്മദാണ്. വെൽക്കം ടു എന്ന എന്നോട് പറ. താങ്ക് യു. 2015 ചാർലി മുതൽ ഇപ്പോൾ 2025 നരിവേട്ട വരെ എത്തി നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു? 10 വർഷം 50 പടകൾ. ശരിക്കും ഞാൻ 2015 ചാർലി ചെയ്യുന്നതിനൊക്കെ ഒരു 8 കൊല്ലം മുമ്പ് സിനിമയിൽ വന്നതാണ്. 2007. സോ അത് കഴിഞ്ഞ് ഞാൻ 2010 ആണ് ഞാൻ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ എഡിറ്റർ ആവുന്നത്. അത് ഞാൻ 2015 പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ ഓടും എന്ന് വിചാരിക്കുന്ന പടങ്ങൾ ചിലപ്പോൾ ഓടാറില്ല. അതുപോലെ തന്നെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടും ഒക്കെ ഇതുവരെ എത്തി. എഡിറ്റിംഗ് ആയിരുന്നു നേരത്തെ പാഷൻ? എഡിറ്റിംഗ് അങ്ങനെ പാഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന, അവൻ VFX പഠിക്കാൻ പോയപ്പോൾ അവൻ്റെ കൂടെ ഞാൻ VFX പഠിക്കാൻ പോയി. അവിടെ വെച്ച് ഞാൻ എഡിറ്റിങ്ങിലേക്ക് ഇങ്ങനെ മാറിപ്പോയതാണ്. അങ്ങനെ പഠിച്ചു. പിന്നെ ജോലി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമല്ലോ പഠിച്ചു കഴിയുമ്പോൾ. അങ്ങനെ എഡിറ്റിങ്ങിലേക്ക് വന്ന. അപ്പോൾ എങ്ങനെ സിനിമയിലേക്ക് എത്തിയത്? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നാട്ടിൽ, ജയൻ എന്ന് പറഞ്ഞിട്ട്, ബി ഉണ്ണികൃഷ്ണൻ്റെ ഒരു അസോസിയേറ്റ് ആയിരുന്നു. പുള്ളി കളക്ടർ എന്ന് പറഞ്ഞ പടം വരയ്ക്കുമ്പോൾ അവിടെ ഒരു തമിഴ് എഡിറ്റർ വന്നപ്പോൾ അയാളുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം നരിവേട്ടയാണല്ലേ? നരിവേട്ട എല്ലാവർക്കും ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ ഒരിക്കലും അതിനൊരു ബഡ്ജറ്റ് മനസ്സിലാവില്ല. പക്ഷേ അത് വളരെയധികം ബഡ്ജറ്റ് ചിലവായിട്ട് എടുത്തുള്ള പടമാണ്. അത് ഇപ്പോൾ ടിപ്പുവും ഷിയാസ്ക എന്ന് പറഞ്ഞ 2 പേരാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അവർ ദുബായിലുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. സോ അങ്ങനത്തെ 2 പേര് വന്നിട്ട് ഇങ്ങനൊരു പടത്തിന് ഇത്രയും പൈസ ഇറക്കിയതാണ് ആ പടത്തിൻ്റെ ഏറ്റവും പ്ലസ്സുകളിലൊന്ന്. കാരണം അതിൽ 1000-2000 ആൾക്കാർ മിക്കവാറും ദിവസങ്ങളുണ്ടായിരുന്നു ഷൂട്ട് എടുക്കുമ്പോൾ. പിന്നെ അത് ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ റിയൽ ഒരു കാട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഞങ്ങളൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചു വരുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരും ചോദിക്കും നിങ്ങളുടെ ആരെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ വലിയ പുലി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ബസ് എടുക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഫുൾ ബ്ലഡ്. അവിടുന്ന് എന്നിട്ട് അവർ പറഞ്ഞു അതുപോലെ മാനിനെ പിടിച്ചുകൊണ്ട് പോയതായിരിക്കും എന്ന് പറഞ്ഞു. ആ ഒരു സ്ഥലത്തായിരുന്നു ഒരു 10-20 ദിവസം ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആ കാടാണ് അത്. ഉത്തർപ്രദേശ് സർക്കാരിന് എന്തോ അവർക്ക് ഉള്ള ഒരു കാടാണ്. ലൊക്കേഷൻ എവിടെയായിരുന്നത്? വയനാടുണ്ട്, കുട്ടനാട് ആ ഏരിയയിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു 10,000 ആദിവാസികൾ, ഒരു 1000-ഓളം ട്രൈബ് ആൾക്കാരുണ്ട്. അവർ റിയലായിട്ട് ഉള്ള ആൾക്കാർ, അവരെ വെച്ചിട്ടാണ് ക്ലൈമാക്സ് എപ്പിസോഡൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ആ കഥയുടെ ക്ലൈമാക്സ് നടക്കുന്ന ലൊക്കേഷൻ ഉണ്ട്, അതിൻ്റെ ആർട്ട് വർക്ക് ഭാവമൊക്കെ ചെയ്തേക്കുന്നത്. അത് നമുക്ക് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സിനിമയുടെ സെറ്റഡായിട്ട് തോന്നുന്നില്ല. റിയൽ ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയി ഇങ്ങനത്തെ സ്ഥലത്ത് പോയി നിന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ അനുരാജിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും എനിക്ക് ക്ഷമ കുറവാണ് കുറച്ച്. എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. അപ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ആൾക്കാരെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അനുരാജിനെ പരിചയപ്പെടുമ്പോൾ എൻ്റെ അനുരാജിൻ്റെ ഒരേപോലത്തെ സ്വഭാവമാണ് എൻ്റെ വിചാരം. ഞാൻ ലൊക്കേഷനിൽ പോയിട്ട് ഈ 10 ദിവസം നിന്ന് പറയില്ല, ഈ 10 ദിവസം ഞാൻ അനുരാജിനെ നോക്കായിരുന്നു. അനുരാജ് ഓരോ ഇഷ്യൂസ് വരുമ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവന് ദേഷ്യം വരാണ്ട് എങ്ങനെ അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ കാര്യം. കാരണം ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾവ് ആവില്ല, അത് കൂടുകയുള്ളൂ. അനുരാജ് പല
ഇഷ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഇരിക്കുമ്പോൾ. ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ഒരിക്കലും നമുക്കൊരു ലൊക്കേഷനിൽ ഇത്രയും ആൾക്കാർ വെച്ചിട്ട് നമ്മൾ വിചാരിച്ച അതേപോലെ ഒരു കാര്യം നടക്കില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതവൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്ന രീതി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അനുരാജിന് ഒരു വേറൊരു പ്ലസ് തന്നെ ടൊവിനോ അനുരാജ് ഭയങ്കര ഫ്രണ്ട്സാണ് കുറേ കാലമായിട്ടുള്ളത്. അപ്പോൾ ടൊവിനോ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത് വെച്ചിട്ട് അതുപോലെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റൊക്കെ ഒരു പടത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യം. കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ ഇരുന്ന ടീമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടൊവിനോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എല്ലാ പടത്തിലും കോമൺ ആയിട്ടൊരു ശത്രു ഉണ്ടാവും ആരെങ്കിലൊക്കെ എന്തായാലും എല്ലാവർക്കും ദേഷ്യമില്ല. ഈ പടത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ട് ഭയങ്കര സ്മൂത്തായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ തന്നെ ഈ വയനാട് പോയ സമയത്ത് ഇവരെൻ്റെ അടുത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നില്ലേ, എഡിറ്റ് ചെയ്യാൻ നീ ദുബായി കൊണ്ടുപോകുന്നു. ഞാൻ വെറുതെ പറഞ്ഞാൽ ഒരു ദിവസം ഇതേപോലെ തന്നെ അവർ ടിക്കറ്റ് ഇട്ടെന്ന് ഞാനും അനുരാജും പോയി ദുബായിൽ പോയി. ടിപ്പു നേരെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലൊരു ഫ്ലാറ്റ് എടുത്ത് തന്ന് അവിടെ ഇരുന്ന് ഞങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടാണ് ഞാൻ പടം എഡിറ്റ് ചെയ്തത്. എങ്ങനെ അപ്പോൾ മൊത്തം പടം അവിടെ നിന്നാണോ? ഫൈനൽ എഡിറ്റ് കട്ട് അവിടെ ചെയ്തത്. ഞങ്ങൾ പകല് ഞാനും അനുരാജ് ഇരുന്ന് എഡിറ്റ് ചെയ്യും, വൈകുന്നേരം ഞങ്ങൾ പുറത്തു പോകും. അങ്ങനെ എൻജോയ് ചെയ്തിട്ട് ആ പടം തീർത്തതല്ലേ. ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ മുമ്പ് തന്നെ, അതായത് സ്ക്രിപ്റ്റിന് തുടക്കകാലത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇത് ഒരു ലീനിയർ ആയിരുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം ഒരു കഥ പറയുന്ന സമയത്ത്. പിന്നീട് നമ്മുടെ ഒരു ഡിസ്കഷൻ നടന്നപ്പോൾ ഇത് കുറച്ചും കൂടെ നോൺ ലീനിയർ ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ നരേഷൻ മൊത്തം ഷൂട്ടിന് മുമ്പേ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അത് നോൺ ലീനിയർ ആക്കി എഡിറ്റിലും വീണ്ടും കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും സജഷൻസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എഡിറ്റിങ്ങിൻ്റെ സമയത്ത്? ഒരു എഡിറ്ററെ സംബന്ധിച്ച് എപ്പോഴും ഒരു എന്താ കാര്യം വെച്ചാൽ ഇപ്പോൾ എഡിറ്റിങ്ങിൽ ഒരു കഥ പറയുന്ന രീതി നമുക്ക് മാറ്റാം. ഇപ്പോൾ ഒരു അവസാനം പറയുന്ന ഒരു കാര്യം നമുക്ക് ആദ്യം പറയാം, എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് ചേർത്ത് വയ്ക്കാം. എങ്ങനെ വേണേൽ നമുക്ക് കഥ പറയുന്ന രീതി. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളിങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് വന്ന എൻ്റെ ബാക്കിലേക്ക് പറയാം, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കാരണം വന്നെന്ന് പറയാം, പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്ക് സിനിമ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻസ് എഡിറ്റർ കാണിച്ചു കൊടുക്കുമ്പോൾ അത് സമ്മതിക്കുന്ന ഒരു ഡയറക്ടറും അതിൻ്റെ റൈറ്ററും ഒരു പ്രൊഡ്യൂസറും ഉണ്ടാവണം. ഈ നരിവേട്ടയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒരു ഫ്രീഡം ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ ഇത് എഡിറ്റ് ചെയ്തിട്ട് അനുരാജ് എഡിറ്റ് ചെയ്യാൻ വന്നിട്ടില്ല. ഒരു ഇടയ്ക്ക് വരും, കാണും, ജസ്റ്റ് പോവും, കൂടെ ഇരുന്നിട്ടില്ല. കൂടെ ഇരുന്നിട്ടില്ല. അവൻ എന്നെ ഭയങ്കര വിശ്വാസമാണ്, നീ ചെയ്തോ എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞ് പടം ഫുൾ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കാണാൻ വന്നപ്പോൾ ഇതിൽ ടെയിലെൻഡിൽ വരുന്ന സീൻസ് ക്ലൈമാക്സിൽ ആയിട്ടുണ്ടായിരുന്നു എഡിറ്റിൽ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഇട്ടു എന്നുള്ളത് എനിക്കവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അവൻ കണ്ടിട്ട് ഇത് സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ പടം കാണാൻ ഒരു കൂടി ഇരുന്നില്ല. ഞാൻ അടിയിൽ വെയിറ്റ് ചെയ്തിരുന്നു. ഇവൻ ഒറ്റയ്ക്ക് പോയിരുന്നു, പടം കണ്ടു, ഇറങ്ങി കുറച്ചേരം സംസാരിച്ചൊക്കെ ഒന്ന് സംസാരിക്കേണ്ടിരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം പറയും. അത് കഴിഞ്ഞ് അവൻ കരച്ചിലായി. അവന് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്തു. അത് കഴിഞ്ഞ് അബിനാണ് ഇതിങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ അബിൻ അതിൻ്റെ റൈറ്റർ ഉണ്ട്. അത് അങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ഞാൻ എന്തായാലും പറഞ്ഞിട്ട് ഞാൻ മാറ്റിക്കും എന്ന് അബിൻ പറഞ്ഞു. എന്നിട്ട് അബിൻ വന്ന് കണ്ടു. അബിൻ വന്നിട്ട് അബിനും അത് ഓക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രിവ്യൂ കാണുമ്പോൾ പിന്നെ ആൾക്കാർ അതിനെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും ഒരു ചേഞ്ച് സ്ക്രിപ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഇവർ ഭയങ്കര ഓപ്പൺ ആയിരുന്നു സാധനങ്ങൾ ചെയ്യാനും ഒക്കെ. അതുകൊണ്ട് നമുക്ക് ആ പടത്തിൽ മാക്സിമം എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു മേക്കിംഗ് രീതിയിൽ എഡിറ്റർക്ക് എത്രത്തോളം റോൾ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്? പണ്ട് നമുക്ക് ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 10% പോലും ഷൂട്ട് ചെയ്യില്ല. കാരണം ഒരു 3 മിനിറ്റ് ഫിലിമിന് 10-12,000 രൂപ വരും. ഇന്ന് നമുക്ക് ഹാർഡ് ഡിസ്ക്കാണ്, എത്ര വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം, നമുക്ക് അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അന്നൊരു സിനിമ 2.5 മണിക്കൂറിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്യുള്ളൂ ടോട്ടൽ ഫുട്ടേജ്. ഇപ്പോൾ ഞാൻ ഒരു പടം വർക്ക് ചെയ്തതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് മാത്രം 30 മണിക്കൂർ നടന്നു, ഓക്കെ ടേക്സ് മാത്രം. സോ അതിൽ നിന്നും ഒരു സിനിമ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്രയും ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യുന്ന ഒരു എഡിറ്റർ വേണം ഈ പടത്തിൽ. കാരണം ഒരുപാട് ഷോർട്സ് ഉണ്ട്, ഇതൊക്കെ കണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എഡിറ്റർക്ക് എനിക്ക് തോന്നുന്നു പണ്ടത്തേക്കാൾ റോള് കൂടുതലാണ് ഇപ്പോൾ ഫൈറ്റ് സീനെ കുറിച്ച് പറയുമ്പോൾ ഫൈറ്റ് സീന് എഡിറ്റ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം ശരിക്കും? നേരത്തെ തുടങ്ങിയതും ഫൈറ്റ് സീൻ എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നോ? അല്ല, തുടങ്ങിയത് വെഡിങ് എഡിറ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഡോൺ മാക്സ് ഒക്കെ തമിഴ് പടങ്ങളിലൊക്കെ ഫൈറ്റ് എഡിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാജാതിരാജ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റൺ ശിവ എന്ന് പറഞ്ഞ മാസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ സ്പോട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അങ്ങയുടെ കൂടെ കുറേ പടങ്ങളിൽ ഫൈറ്റ്സ് എഡിറ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് പിന്നെ കനൽ കണ്ണൻ, സ്റ്റൺ ശിവ, അൻബർ ഇവരുടെ കൂടെ സ്ഥിരം പോയിട്ട് ഇങ്ങനെ ഫൈറ്റുകൾ മാത്രം എഡിറ്റ് ചെയ്യും. അതിപ്പോഴും ചെയ്യും. അതുപോലെ അങ്കമാലി ഡയറീസ് വന്നപ്പോഴാണ് അതിൽ മൊണ്ടാഷ് കട്ട്സും അതിൽ ഇതുപോലെ ഫൈറ്റ് സീനും ലാസ്റ്റ് ക്ലൈമാക്സിൽ ആ 11 മിനിറ്റ് ഷോട്ടൊക്കെ അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ
ആ ഒരു ക്ലൈമാക്സിലെ എഡിറ്റിംഗ് ഒക്കെ എന്തെങ്കിലും ആ ഒരു പാറ്റേൺ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ലിജോ ചേട്ടൻ്റെ ഇതായിരുന്നു. മൊണ്ടേഷൊക്കെ ലിജോ ചേട്ടൻ എൻ്റെ അടുത്ത് കുറേ വർഷം വന്നിട്ട് നീ ചെയ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല. അത് ലിജോ ചേട്ടൻ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആ പിള്ളേരുടെ ഒരു ലൈഫുണ്ട്, ഒരു സിഗരറ്റൊക്കെ തിയേറ്ററിൽ ഇരിക്കുന്നത്, അതിൻ്റെ മാത്രം ഫുട്ടേജ് ഒരു 40 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുറേ ഫുട്ടേജിൽ നിന്ന്, ഡയലോഗില്ലാത്ത കുറേ സാധനത്തിൽ നിന്ന് ഞാനൊരു കഥ മനസ്സിൽ വെച്ചിട്ട് അത് ആൾക്കാർ ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ അത് അതേപോലെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കിക്കുക എന്നുള്ളത്. പിന്നെ ഈ ഫൈറ്റ് ഇതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. ഫൈറ്റ് കാണുമ്പോൾ ഇപ്പോൾ ഒരു സീൻ എഡിറ്റ് ചെയ്ത് ഒരാളെ കാണിക്കുമ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റ് അല്ല ഫൈറ്റ് കാണിക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര രസത്തോടു കൂടി എൻഗേജും നമുക്ക് റിയാക്ഷൻസ് കാണാൻ പറ്റും. ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 3-4 പടമല്ലേ അങ്കമാലി വരുന്നത്. അപ്പൊ അങ്കമാലിയിൽ ഈ ഒരു എഡിറ്റിംഗ് പാറ്റേൺ അന്നത് പുതിയതായിരുന്നു. അപ്പൊ അതിന് എന്തെങ്കിലും റെഫറൻസ് എടുത്തിരുന്നോ? അങ്കമാലിയിൽ ലിജോ ചേട്ടൻ പറഞ്ഞ റെഫറൻസും പടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ശരിക്കും ലിജോ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ പടം കാണാൻ പറഞ്ഞു. അതിന് കുറച്ച് ഇതുണ്ട്. ഇപ്പോൾ അതിലത്തെ എല്ലാ മൊണ്ടേഷൻ സോങ്സ് ഒക്കെ അതായിട്ട് ഇതുണ്ട്. പിന്നെ ലിജോ ചേട്ടൻ കാണാൻ പറഞ്ഞ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ പടം, അത് 3 പക്ഷെ അത് എന്താ വെച്ചാൽ അതിലത്തെ ആ പടം എല്ലാവരും പറയുന്നത് ഭയങ്കര സ്പീഡാണ് പറയുന്നത്. പക്ഷെ അതിൽ ഒരു 11 മിനിറ്റിൻ്റെ സിംഗിൾ ഷോട്ടും പിന്നെ ഒരുപാട് ഷോട്ട്സ് ഇങ്ങനെ 2 മിനിറ്റ് 3 മിനിറ്റ് 1 മിനിറ്റ് ഷോട്ട്സ് ഉണ്ട്. പക്ഷെ ചില ഏരിയ ഭയങ്കര സ്പീഡാണ്. അത് ഇപ്പോൾ ലിജോ ചേട്ടൻ പറഞ്ഞ റെഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗോഡ് ഫാദറിൻ്റെ പോലത്തെ ഏരിയ ആയിരിക്കും നമുക്ക് സ്ലോ ആയിട്ട് കാണുന്നത്. പക്ഷെ അതിൻ്റെ മേക്കിങ്ങും ഷോട്ട്സും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് അത് ഗോഡ് ഫാദറായിട്ട് തോന്നില്ല. ഇപ്പം സ്പോട്ട് എഡിറ്റർ എന്നാണല്ലോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഡിറ്റിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സ്പോട്ട് എഡിറ്റിംഗ് എഡിറ്റർ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പം എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിരുന്നോ? സ്പോട്ട് എഡിറ്റിങ്ങിലേക്ക് പോകുമ്പോൾ പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പടം ചാർലി ആയിരുന്നു. ചാർലി ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മുമ്പ് 2 സൂപ്പർ ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ പല കാര്യങ്ങളും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എനിക്കൊരിക്കലും പറഞ്ഞ് ആളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ വെറും എൻ്റെ ഒരു ആദ്യത്തെ പടം, അപ്പം ഞാൻ പറയുന്നത് കറക്റ്റാണോ പുള്ളിക്ക് അറിയില്ലല്ലോ എനിക്ക്. അത് പക്ഷേ പതിയെ നമ്മൾ ചാർലി കഴിഞ്ഞ് അടുത്ത പടമൊക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ ഞാൻ പറയുമ്പോൾ ആൾക്കാർ കേൾക്കാൻ തുടങ്ങി. ഒരു എഡിറ്ററിന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പറയുന്ന ഐഡിയാസും സാധനങ്ങളും കേൾക്കുന്ന ഒരു ഡയറക്ടർ വേണം എന്നുള്ളതാണ്. അത് പയ്യെ നമ്മൾ ചെയ്യുന്ന പടങ്ങൾ തിയേറ്ററിൽ വർക്കൗട്ട് ആകുമ്പോഴും നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അത് അതേപോലെ തന്നെ വർക്കൗട്ടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചലഞ്ചസ് കുറഞ്ഞു വരും. അപ്പോൾ ആദ്യം സ്പോട്ട് എഡിറ്റർ ആയിരുന്നു ചാർലിയിൽ, അതിനുശേഷം എങ്ങനെയാണ് അത് എഡിറ്റിങ്ങിലേക്ക് വരുന്നത്? ഞാൻ സിനിമയിൽ വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് എഡിറ്റിങ്ങിനെ കൂടെ എനിക്ക് ഡയറക്ഷനാണ് താല്പര്യം. അപ്പോൾ ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ എനിക്ക് പടങ്ങൾ മുമ്പും വന്നിട്ടുണ്ട്, ചാർലിനൊക്കെ മുമ്പും വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ചാർലി ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മഹേഷേട്ടൻ തന്നെ വന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം വീണ്ടും മഹേഷേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നീ തന്നെ ചെയ് നല്ലതല്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഞാനും പടം ഒരു മാസമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. എനിക്കും കണ്ടിട്ട് എനിക്കത് നന്നായി വരാൻ സാധ്യതയുള്ളൊരു പടമാണ് എനിക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറയലും. പിന്നെ നല്ല ടീമായിരുന്നു എല്ലാവരും, ജോജു ചേട്ടനും മാറ്റിച്ചേട്ടനും. ഒരു പടം കമ്മിറ്റ് ചെയ്യുമ്പം ആദ്യം അതിൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുമല്ലോ. അങ്ങനെ ഞാൻ ഒരു സ്ക്രിപ്റ്റ് കേട്ട് അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ ചെയ്ത പടങ്ങളൊക്കെ കുറവായിരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു സിനിമ തിയേറ്ററിൽ ഓടുന്നതും ഇതൊക്കെ. ഞാൻ കൂടുതലും എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നന്നായി സംസാരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരാൾ ഭയങ്കര സൂപ്പർ സ്ക്രിപ്റ്റ് ആയിരിക്കും, പക്ഷേ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് അയാളായിട്ടുള്ള ആ വൈബ് സെറ്റായില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ആ പടം കമ്മിറ്റ് ചെയ്യില്ല. കാരണം അത്രയും നാളെ ആളുടെ കൂടെ പോയി ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്കും ബുദ്ധിമുട്ടായിരിക്കും, എനിക്കും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞാൻ വലിയ പടങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഹെലൻ എന്ന് പറഞ്ഞ പടം നാഷണൽ അവാർഡ് കിട്ടിയതാണ്. അതിൻ്റെ കഥ കേൾക്കുമ്പോൾ ചെറിയ പടമാണ്. ആ ഹെലൻ ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വലിയൊരു പടം ഞാൻ വിട്ടിട്ടുണ്ട്. പടത്തിൻ്റെ പേര് അപ്പോൾ പക്ഷേ ഇപ്പോൾ ഹെലൻ അതുപോലെ തന്നെ ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ പടം പുതിയ ആൾക്കാർ വെച്ച് ഞങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത് നമുക്ക് ഒരു ധാരണയാണ് ഇതിങ്ങനെ വർക്കൗട്ട് ആവുന്നത്. ഇപ്പം ട്രെയിലർ എഡിറ്റ് ചെയ്യുമല്ലോ, ഈ ട്രെയിലർ എഡിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു പടത്തിൻ്റെ തീം മൊത്തം ട്രെയിലറിൽ കൊണ്ട് അതിലെ ആൾക്കാർ ഓഡിയൻസിനെ
ഇടിപ്പിക്കണമല്ലോ നമ്മൾ. അപ്പം ഈ ട്രെയിലർ എഡിറ്റ് ചെയ്യുന്നതിൽ ചലഞ്ചസ് എന്തൊക്കെയാണ്? ട്രെയിലർ എഡിറ്റ് ചെയ്യുന്നതിൽ ചലഞ്ചസ് ഞാൻ ട്രെയിലർ അധികം ചെയ്യാറില്ല. കാരണം സിനിമ ചെയ്യുന്നതിനൊക്കെ പണിയായിരിക്കും ട്രെയിലർ. ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറയാൻ വരും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ആ എന്താണോ കഥ, ഞാൻ വേറൊരു കഥയാണ് ആൾക്കാർക്ക് തോന്നുന്ന രീതിയിൽ ട്രെയിലർ ചെയ്യാറില്ല. ആ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവരെന്താണ് കാണാൻ പോകുന്നത് അത് മനസ്സിലാവുന്ന രീതിയിലത്തെ ട്രെയിലർ ഞാൻ എപ്പോഴും ചെയ്യാറ്. ഈ അടുത്ത് കണ്ടതിൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് അല്ലെങ്കിൽ എൻഗേജിങ് ആയിട്ട് തോന്നിയ ട്രെയിലർ ഉണ്ടായിട്ടുണ്ട്? ഞാനിപ്പോൾ കുറച്ച് മുമ്പ് തഗ് ലൈഫിൻ്റെ ട്രെയിലർ കണ്ടു. നല്ല ട്രെയിലറായിരുന്നു അത്. നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ തോന്നുന്നൊരു ട്രെയിലർ. ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടം വന്നു, അത് അൻപറിവ് വഴിയാണ് വന്നതെന്ന് ഞാൻ കേട്ടായിരുന്നു. ഈ ഫൈറ്റ് സീന് കൂടുതൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിചയത്തിലാണോ? അവരും ഞാനായിട്ട് ഭയങ്കര കുറേ നാളായിട്ടുള്ള ബന്ധം. അവരും പടത്തിൽ വന്നു തുടങ്ങിയ സമയത്ത് ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെയുള്ള അവരെപ്പോഴും വീട്ടിൽ വരുന്നു താമസിക്കുന്നു, ഞാൻ അവരവിടെയും പോകുന്നൊക്കെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ ശങ്കർ സാർ ഒരു ദിവസം ചോദിച്ചു, ഒരു എഡിറ്റർ ആരെങ്കിലും സജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവരെൻ്റെ പേര് പറയും. ഞാനങ്ങനെ, പക്ഷേ ആ പടം ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അത് ഞാൻ ലാസ്റ്റ്, എൻ്റെ പേരുണ്ട് പടത്തിൽ. ഞാൻ 1 കൊല്ലം കൊണ്ട് തീരുന്നുണ്ട് ആ പടം. ഓൾമോസ്റ്റ് ഞാൻ 3 കൊല്ലം അവിടെ പോയി. അത് കഴിഞ്ഞ് ഒരു 6 മാസം കൂടെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ എനിക്കിവിടെ രേഖാചിത്രം, മാർക്കോ, ഏറം ഈ 3 പടം റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ വന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് 7-7.5 മണിക്കൂർ നടന്ന പടം ഞാനതൊരു 3.5 മണിക്കൂറാക്കി. അത് കഴിഞ്ഞ് പുതിയൊരു എഡിറ്റർ വന്നിട്ട് ആ പുള്ളി അതൊരു 2.25 അത്രയോ ആയി. എങ്ങനെയുണ്ടായിരുന്നു ശങ്കറായിട്ട്? ഭയങ്കര മോശം അനുഭവമായിരുന്നു. അത് എനിക്ക് ഒരു, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ വേറെ ഏതോ ലോകത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഇവിടുത്തെ പോലെ ഒന്നുമല്ല. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ എഡിറ്റ് ചെയ്യാൻ അവിടെ വേണമെന്നുണ്ടെങ്കിൽ അത് പുള്ളി എന്നാന്ന് ഡേറ്റ് ഒന്നും പറയില്ല. 10 ദിവസം മുമ്പ് എന്നെ അവിടെ കൊണ്ടിരുത്തും. 10 ദിവസം ഞാൻ അവിടെ പോസ്റ്റ് ആവും. അത് കഴിഞ്ഞ് ഒരു ദിവസം പുള്ളി വരും. അത് കഴിഞ്ഞ് പുള്ളി എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5-8 ദിവസം അവിടെ വീണ്ടും പോസ്റ്റ് ആവും. അങ്ങനെ പോസ്റ്റ് അടിച്ച് ഞാൻ ഒരു 300-350 ദിവസം ചെന്നൈയിൽ പോയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പരിപാടിക്ക്. ഞാൻ പിന്നെ അത് ഇപ്പോൾ 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനിയിപ്പോൾ പോകുന്നാലോ എന്നാലോചിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ 2 കൊല്ലം തീർന്നില്ല. ഇപ്പോൾ ഒരു 6 മാസം കൂടെ തീർന്ന് വിചാരിച്ച് വീണ്ടും നിന്നു. അങ്ങനെ 3 കൊല്ലമായി. ലാസ്റ്റ് ഈ 3 പടം ഞാൻ വിട്ടെങ്കിൽ ഭയങ്കര മണ്ടത്തരാണ്. ഗെയിം ചേഞ്ചറിന് വേണ്ടിയിട്ട് ഞാൻ രേഖാചിത്രവും ഏറമും മാർക്കവും വിട്ടെങ്കിൽ ഞാൻ എന്ത് കാര്യം, ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എവിടെയും പറഞ്ഞില്ല കേട്ടോ. അപ്പം നേരിട്ട് ഒരുമിച്ച് ഇരിക്കത്തില്ലായിരുന്നോ ശങ്കർ സാർ? അപ്പം അത് ടോപ്പിക്ക് വിടാം. ഞാൻ ബ്ലോക്ക് ചെയ്ത് പുള്ളിനെ. എനിക്ക് ഇഷ്ടമായില്ല അതൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ഷൻ ആയിരുന്നു താല്പര്യം എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഡയറക്ഷനിൽ കഥ കേൾക്കുന്നുണ്ടോ? ഞാനൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്. അത് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോലൊക്കെ ആയിട്ട് ചെയ്തിരിക്കും. ഇപ്പം ഷമീറിൻ്റെ അസിസ്റ്റൻ്റായി വന്നവരാണ് സംഗീത് പ്രതാപും അതുപോലെ ചമ്മൻ ചാക്കോ ഒക്കെ. ഇപ്പം അവരിൽ ഇപ്പം കാണുന്ന ഒരു ക്വാളിറ്റി എന്ത്, ഇപ്പോൾ ശിഷ്യൻ എന്നുള്ള രീതിയിൽ? സംഗീത് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതുപോലെ തന്നെ അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ. ഇപ്പോൾ അവൻ അഭിനയിച്ച 1-2 പടങ്ങൾ ഞാൻ കണ്ടായിരുന്നു. ഞാൻ കണ്ട പടങ്ങളിൽ ചില പടമൊക്കെ അവൻ ഉള്ളതുകൊണ്ട് വർക്കൗട്ടായ പടങ്ങളുണ്ട്. അവൻ ആ രീതിയിൽ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചമ്മനാണെങ്കിൽ ചമ്മൻ വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ളത്. അത്രയും വലിയ പടങ്ങൾ ഒരു എഡിറ്റ് ചെയ്ത പടം തിയേറ്ററിൽ എത്തിച്ച് ആ പടം നന്നായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ പരിപാടിയല്ല. സിഗ്നേച്ചറായിട്ടൊരു പടം ചെയ്യാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, എനിക്കൊരു സൂപ്പർ ഹീറോ പടം ചെയ്യണമെന്നുണ്ട്. ഫുൾ ആക്ഷനൊക്കെ ആയിട്ടുള്ള ഒരു ആക്ഷൻ കോമഡി പടം. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഡയറക്ഷൻ അങ്ങനെ അതൊരു ആക്ഷൻ പടം അങ്ങനെയാണല്ലേ? പിന്നെ ഇനി വരാൻ പോകുന്ന എന്തൊക്കെയാണ്? ഇപ്പം നരിവേട്ട കഴിഞ്ഞപ്പോൾ 2 വെബ് സീരീസ് നടക്കുന്നുണ്ട്. മിഥുൻ മാനുവലിൻ്റെ ഒരെണ്ണം, പിന്നെ വേറെ അരുൺ പിയാറിൻ്റെ, പിന്നെ മിഥുൻ പ്രൊഡ്യൂസ് ചെയ്തൊരു പടമുണ്ട്. പിന്നെ 1-2 പടങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നരിവേട്ടയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ താങ്ക് യു.